പ്രായമായവർക്ക് ബെഡിൽ തന്നെ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഏതാനും ലളിതമായ വ്യായാമങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്കും ചെയ്യാം. അവർക്ക് സ്വയം ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സഹായിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യുക. കാരണം കുറേ നാൾ ഇങ്ങനെ മറ്റ് വ്യായാമങ്ങളിലും അല്ലെങ്കിൽ എണീറ്റ് നടക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ കൈകാലുകൾ ജോയിൻസ് എല്ലാം സ്റ്റിഫായിട്ട് കൂടുതൽ സ്ഥിതി വഷളാവും. അതുകൊണ്ട് ചെറിയ ചെറിയ വ്യായാമങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. തനിയെ ചെയ്യാവുന്നവരാണെങ്കിൽ ചെയ്യുക. ആദ്യം നമുക്ക് കാലിൻ്റെ പാദങ്ങൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൂർപ്പിച്ച് പിടിക്കുക. പിന്നെ നേരെ ഓപ്പോസിറ്റ് നമ്മളുടെ ഈ സൈഡിലേക്ക് പാദം കൊണ്ടുവരിക. ഇത് 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും കൂർപ്പിച്ച് പിടിക്കുക. തിരിച്ച് വീണ്ടും ഏതാനും സെക്കൻഡ് ഈ സ്ഥിതിയിലായ ശേഷം വീണ്ടും ഈ ഭാഗത്തേക്ക് പാദം കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഈ ഭാഗത്തെ മസിൽസ് ആണ് ശക്തിപ്പെടുന്നത്. തിരിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ പാദം കൂർപ്പിച്ചു പിടിക്കുമ്പോൾ ഈ ഭാഗത്തെ മസിൽസ് ശക്തിപ്പെടും. ഈ ഒരു വ്യായാമം നിങ്ങൾ ഒരു 10 തവണ ചെയ്യുക. തന്നെ ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ബെഡിൽ തന്നെ കിടന്നുകൊണ്ട് ഈ ഒരു എക്സസൈസ് 10 പ്രാവശ്യം ചെയ്യുക. ഇനി നമുക്ക് ഈ കാലുകൾ ഇങ്ങനെ കാലിൻ്റെ ആംഗിള് കിടന്നുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യിക്കുക. തിരിച്ച് ഓപ്പോസിറ്റ് മൂവ് ചെയ്യിക്കുക. ശേഷം നിങ്ങളുടെ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ ഇറുക്കി പിടിക്കുക. എന്നിട്ട് വിടുവിക്കുക. വീണ്ടും വിരലുകൾ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് പിടിക്കുക. പിന്നെ സ്പ്രെഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. ഇതുപോലെ മറ്റേ കാലിൽ ചെയ്യുക. കാലുകളിങ്ങനെ ആംഗിള് കാലിൻ്റെ കണങ്കാല് ഇങ്ങനെ പല പ്രാവശ്യം വട്ടത്തിൽ ചുഴറ്റുക. തിരിച്ചു കാല് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. കാലിൻ്റെ ആംഗിള്, വിരലുകൾ, പാദം എല്ലാം നല്ല ഒരു സർക്കുലേഷനൊക്കെ കൂടാൻ സഹായിക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നത് കാല് സാവധാനം ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ വയ്ക്കുക. വീണ്ടും സാവധാനം തന്നെ ഇങ്ങനെ കാല് ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളവർ മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്യുക. ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കാല് ബെഡിൽ തന്നെ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കാവുന്നതുപോലെ ചെയ്യുക. നമ്മളിതൊരു മത്സരമൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മളുടെ കാലിൻ്റെ കൈയുടെ ജോയിൻസിൻ്റെ മൂവ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു അയവ് വരിക. അത് നമുക്ക് നടക്കാനൊക്കെ കുറെ കൂടെ ഒരു സഹായകരമാകും. ഇങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ഇനി ബുദ്ധിമുട്ടുള്ളവർ ഒരു പില്ലോ നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇവിടെയും പില്ലോ വെക്കണം. ഞാനിപ്പോൾ പില്ലോ എടുത്തില്ലാന്നേ ഉള്ളൂ. ഇവിടെ കാൽമുട്ടിൻ്റെ കീഴായിട്ട് ഒരു പില്ലോ വെച്ചിട്ട് ചെയ്യുമ്പം ഒരു സുഖമുണ്ട്. ഇനി നെക്സ്റ്റ് കാലിങ്ങനെ ഉയർത്തി പിടിക്കുക. ഇട്ട് കൈ കൊണ്ട് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് സാവധാനം ഇത്ര ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ സാധിക്കുന്ന അത്ര, ഇത്രയുണ്ടെങ്കിൽ ഇത്ര, ഇവിടെ ഒന്ന് ഒരു അയവ് വരാൻ വേണ്ടിയാണ്. താഴ്ത്തുക. 2 3 4 5. അതുപോലെ തന്നെ അടുത്ത കാലും ഉയർത്തി ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് സാവധാനം മുറുക്കുക. 2 3 4 5
10 തവണയിലും ചെയ്യുക. നെക്സ്റ്റ് വൺ, ഈ കാലിങ്ങനെ ഉയർത്തിയിട്ട് നമ്മുടെ വയറിനോട് ചേർത്ത് പിടിക്കുക. കൂടുതൽ സമയം ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരാകുമ്പോൾ ഗ്യാസ്, അസിഡിറ്റിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം വയറ് കമ്പിച്ചിരിക്കുക, അതൊക്കെ മാറാൻ ഈ എക്സസൈസ് നല്ലതാണ്. ഈ കാലിങ്ങനെ വയറിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു 5 വരെ എണ്ണുന്ന വരെ ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും അടുത്ത കാല് ചെയ്യുക. 5, 4, 3, 2, 1. വീണ്ടും 1, 2, 3, 4, 5. അടുത്ത കാലില് ഇങ്ങനെ നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ 5 തവണയോ 10 തവണയോ ഒക്കെ ചെയ്യുക. ഇടയ്ക്ക് മടുക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കുക. കണ്ണടച്ച് നമ്മുടെ ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. ഒരു മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ട് പിന്നെ അടുത്ത വ്യായാമം ചെയ്യുക. സിമ്പിള്. കൈകൾ രണ്ടും ശ്വാസം എടുത്ത് വയറ്റിലേക്ക് കൊണ്ടുപോവുക. അല്പം കൂടി ഇറങ്ങി കിടക്കുക. കൈകൾ രണ്ടും ശ്വാസം എടുത്ത് ബാക്കിലേക്ക് കൊണ്ടുപോവുക. ശ്വാസം വിട്ട് സൈഡിലേക്ക് കൊണ്ടുവരിക. വീണ്ടും ഇതുപോലെ ശ്വാസം എടുത്ത് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. ഇത് 10 തവണ. സിമ്പിളാണല്ലോ. കൈ ഉയർത്തുക, താഴ്ത്തുക. ഇവിടെ ഈ ഇതിന് പെട്ടില്ലാത്തതുകൊണ്ടാണ്. പെട്ടുള്ളതാകുമ്പോൾ ഈ ഒപ്പം പൊങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ നമുക്ക് കൈ ഫ്രീ ആയിട്ട് ബാക്കിലേക്ക് വെക്കാൻ സാധിക്കും. അടുത്തത്, കൈ ഇങ്ങനെ വിരിച്ചു വെക്കുക. എന്നിട്ട് 2 കൈയും കൊണ്ടുവന്ന് 2 ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കുക. അല്പം പ്രസ് ചെയ്ത് പിടിക്കുക. വീണ്ടും കൈ നിവർത്തുക. ഇനി വരുമ്പം ഇത് ഓപ്പോസിറ്റ്, ഈ കൈ മുകളിൽ വരിക. അങ്ങനെ മാറ്റി മാറ്റി. മനസ്സിലായില്ലേ? ഒരു തവണ ഇങ്ങനെ വെച്ചാൽ അടുത്ത തവണ ഇങ്ങനെ വയ്ക്കണം. ഓക്കെ. ഉയർത്തുക. ആദ്യം ഇങ്ങനെ വെക്കുന്നു. ഇപ്പം എൻ്റെ ഇടത് കൈയാണ് മേളിൽ വന്നിരിക്കുന്നത്. വീണ്ടും കൈ നിവർത്തി. ഇപ്പം എൻ്റെ വലത് കൈ മേളിൽ. അങ്ങനെ ചെയ്യുക. ഇനി നിങ്ങൾ സൈഡ് ചെരിഞ്ഞ് കിടക്കുക. സൈഡ് ചെരിഞ്ഞ് കിടക്കുക. സൈഡ് ചെരിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നിട്ട് കാലുകൾ സാവധാനം അകത്തുന്നു. നിങ്ങൾക്ക് പറ്റുന്ന ഇത്രയും പറ്റുന്നുണ്ടെങ്കിൽ ഇത്ര അകത്തുന്നു, താഴ്ത്തുന്നു. വീണ്ടും 2, 4, 5. ഇത്രയും പറ്റുന്നുണ്ടെങ്കിൽ ഇത്ര ചെയ്യിക്കുക. ഇത് തിരിഞ്ഞു കിടന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ ചെയ്യണം. ഇത്രയും ചെയ്തിട്ട് കാല് മുട്ടുകുത്തി ഇങ്ങനെ വെക്കുക. മുട്ടുകുത്തി ഇങ്ങനെ വെക്കുക. എന്നിട്ട് സാവധാനം ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. സഹായിക്കുന്നവർ ഇങ്ങനെയൊന്ന് പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. 2, 3, 4, 5. തീരെ വയ്യാത്തവർക്ക് ഇത് സാധിക്കുകയില്ല. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യുക. ഇനി ലാസ്റ്റ് റിലാക്സ് ചെയ്ത്
കിടക്കുക. കൈകൾ രണ്ടും വയറ് വയ്ക്കുക. ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉയരുന്നതും ശ്വാസം വിടുമ്പോൾ വയറ് താഴുന്നതും ശ്രദ്ധിച്ച് കിടക്കുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ദീർഘമായ ശ്വാസം എടുക്കുന്നു. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ഒരു 10 തവണ ചെയ്തിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ നോർമലായിട്ട് നമ്മൾ സാധാരണ ശ്വസിക്കുന്നു ശ്വസിച്ച് കണ്ണുകളടച്ച് ശരീരം അയച്ചിട്ട് വിശ്രാന്തി ആസനം റിലാക്സ് ചെയ്ത് കിടക്കുക.